ഹലോ. വിം വെൻഡേഴ്സ് സംവിധാനം ചെയ്ത് 2023 ഇറങ്ങിയ പെർഫെക്റ്റ് ഡേയ്സ് എന്ന സിനിമയെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഇതൊരു ജാപ്പനീസ് മൂവിയാണ്. ഇത് യൂട്യൂബിലും അവൈലബിൾ ആണ്. ഈ സിനിമ ഗൂഗിളിലും മലയാളം സബ്സ്ക്രിപ്ഷനോട് കൂടിയൊക്കെ ഈ സിനിമ അവൈലബിൾ ആണ്. ഇതിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് കോജി യാഷുക്കോ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് നടനാണ്. പുള്ളി വളരെ രസകരമായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. ഇതിലെ അഭിനയത്തിന് കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് നേടി. അതുപോലെ കുറേ അവാർഡുകൾ പുള്ളി ഈ സിനിമയിൽ അഭിനയത്തിന് വേണ്ടി നേടിയിട്ടുണ്ട്. കാരണം ഇതൊരു വൺ മാൻ ഷോ ആണെന്ന് പറയാം. ഈ പുള്ളി ഒരു പബ്ലിക് ടോയ്ലറ്റ് ക്ലീനറാണ് ജപ്പാനിലെ ടോക്കിയോയിൽ. അപ്പോൾ ഈ പുള്ളി ആ ജോലിക്ക് വേണ്ടി പുള്ളി പോകുന്നതും പുള്ളി അത്രയും ഒരു സംതൃപ്തിയോടുകൂടിയും സമാധാനത്തോടും കൂടി ജീവിക്കുന്നതായിട്ടുള്ളൊരു കഥയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് സ്വയം സ്നേഹിക്കുന്നതിനെ പറ്റി, നമുക്ക് ചുറ്റും മൈൻഡ്ഫുള്ളായിട്ടിരിക്കുന്നതിനെ പറ്റിയും, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ നേടിയേക്കുന്നതിനെ പറ്റിയും, പ്രകൃതിയായിട്ട് നമ്മൾ ഇണങ്ങി ജീവിക്കുമ്പോൾ നമുക്ക് ആ പ്രകൃതി നമുക്ക് എന്തൊക്കെ തിരിച്ചു തരും, നമ്മൾ ഇത്രയും സന്തോഷവാന്മാരായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ സിനിമ കാണിച്ചു തരുന്നത്. നമ്മളിപ്പോൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ പ്രകൃതിക്ക് ഒരു കാര്യത്തിലും ഒരു ബദ്ധപ്പാടില്ല. എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ സമയത്ത് അതിൻ്റേതായ രീതിയിൽ അവിടെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. കൃത്യസമയത്ത് സൂര്യൻ ഉദിക്കുന്നു, ചന്ദ്രൻ വരുന്നു, ഒരു മരം നമ്മൾ നട്ടാൽ അതിൻ്റേതായ സമയമെടുത്ത് അത് വളരുന്നു. എന്നാൽ അതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളും ആ കൃത്യസമയമാകുമ്പോഴാണ് വരുന്നത്. നമ്മളെ സംബന്ധിച്ച് എന്താണ്, നമ്മളുടെ ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യത്തിലും ധൃതിയാണ്, നമുക്ക് ആദിയാണ്, വ്യാധിയാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് നോക്കിയിരുന്ന് നമ്മളുടെ ഇന്നത്തെ ജീവിതം നമ്മൾ മിക്കപ്പോഴും ജീവിക്കാതെ പോണേണ്. അപ്പോൾ ജീവിതത്തെ സ്നേഹിച്ച് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് ജീവിതം അതിൻ്റേതായ രീതിയിൽ മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കുന്ന ഒരാളെയാണ് നമുക്ക് ഈ സിനിമയിൽ കാണുന്നത്. അത് ഈ ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരാളായിട്ടാണ് ഇതിൽ കോജി യാഷുക്കോ അഭിനയിച്ചിരിക്കുന്നത്. ശരിക്കും പുള്ളിക്ക് ഇപ്പോൾ ഒരു 70 വയസ്സോളമാണ്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ പുള്ളിക്ക് ഒരു 70 വയസ്സുണ്ട്. അതായത് പുള്ളിയുടെ ഒരു 67-ാം വയസ്സിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. പക്ഷേ അത്രയും ചടുലതയോടുകൂടി അത്രയും നല്ല എനർജറ്റിക്കായിട്ട് ആ ഒരു കഥാപാത്രം പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ മുഖത്ത് വരുന്ന ഓരോ ഭാവങ്ങളും നമ്മളെ വളരെയധികം നമുക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പുള്ളി എന്ന് വെച്ചാൽ പുള്ളിയുടെ ലൈഫ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി രാവിലെ തന്നെ ഈ ചുറ്റുവട്ടത്തുള്ള ഒരു റോഡൊക്കെ ക്ലീൻ ചെയ്യാൻ അടിച്ചു വരുന്ന ആ ഒരു ശബ്ദം കേട്ടാണ് പുള്ളി എഴുന്നേൽക്കുന്നത്. പുള്ളി ഒന്നും ഒരേ രീതിയിലാണ് ജീവിക്കുന്നത്. പുള്ളി ഉടനെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത്, പുള്ളിക്കൊരു ചെറിയ തോട്ടമുണ്ട്, അത് നനച്ച്, പിന്നെ വെൻഡർ മെഷീനിൽ നിന്ന് ഒരു കാപ്പി എടുത്ത് കുടിച്ച്, പുള്ളി ഒരു കാറിലാണ് പുള്ളിയുടെ ഈ ക്ലീനിങ് മെറ്റീരിയൽസൊക്കെ വെച്ചിരിക്കുന്നത്. ആ ഒരു കാറിൽ കയറി പുള്ളി ഇങ്ങനെ ടോക്കിയോ തെരുവിലൂടെ ഇങ്ങനെ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ആ ഒരു മോർണിംഗ് സമയം, ആ ഒരു വിഷ്വൽസ് തന്നെ നമുക്ക് വളരെയധികം നമ്മുടെ മനസ്സിന് ഒരു സമാധാനം നൽകുന്ന രീതിയിലാണ്. അപ്പോൾ പുള്ളി 2023 എടുത്ത സിനിമയാണ്. പക്ഷേ പുള്ളിക്ക് കാസറ്റ് ഇട്ടാണ് പുള്ളി പഴയ പാട്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ പഴയ പാട്ടുകൾ കേട്ട് ചുറ്റുവട്ടത്തെ ആകാശമൊക്കെ ശ്രദ്ധിച്ച് ആ ഒരു തെരുവിലൂടെയുള്ള ആ ഒരു യാത്രയാണ് നമുക്കും മനസ്സിന് സുഖം നൽകുന്ന ഒരു യാത്രയാണ്. അത് കഴിഞ്ഞ് പുള്ളി ആ കാറ് ടോയ്ലറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് ഈ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ കഴുകാനുള്ള, അതൊക്കെ എടുത്ത് കൈ പിടിച്ച് ആ ഒരു കുറേ ബഞ്ച് ഓഫ് കീസ് ഉണ്ട്, അതെടുത്ത് ഇങ്ങനെ അരയിൽ കെട്ടി ആ ഒരു ടോയ്ലറ്റിലേക്ക് നടന്നു പോകുന്ന ഒരു സീനുണ്ട്. അത് വെച്ചാൽ ഈ സിനിമയിൽ ഒരു 2-3 പ്രാവശ്യം ആ സീൻ കാണിക്കുന്നുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സീനാണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ പോടുന്ന ആൾ, പക്ഷേ ആ കാലുകളുടെ എടുപ്പും ആ നടപ്പിൻ്റെ ഭംഗിയും അത് അത്രയും രസകരമായിട്ടാണ് ആ സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതൊരു 3-4 പ്രാവശ്യം സിനിമയെ കാണിക്കുന്നത്. അത് കാണാൻ മാത്രമുണ്ട്, അത്രയും ഭംഗിയായിട്ടാണ്. എന്നിട്ട് പിന്നെ പോയിട്ട് ഓരോ ടോയ്ലറ്റുകളും തുറന്ന് അത് ക്ലീൻ ചെയ്യുന്നത് കാണണം. ഇത് ടോയ്ലറ്റാണോ ക്ലീൻ ചെയ്യുന്നതെന്ന് തോന്നും. അത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് പുള്ളി അത് അത്രയും ക്ലീനായിട്ട് അത് ക്ലീൻ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പുള്ളിയുടെ ജീവിതം നമ്മൾ ഈ സിനിമയെ കാണുന്നത് പുള്ളിക്ക് ദിവസവും ഉണ്ടാവുന്നത്. ഇപ്പോൾ കുറേ ആളുകളെ പുള്ളി കണ്ടുമുട്ടും. പുള്ളിയുടെ കൂടെ തന്നെ ഒരു അസിസ്റ്റൻ്റായിട്ടൊരു പയ്യനുണ്ട്. അങ്ങനെ ഈ പുള്ളിക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് ഈ ആളെന്താണെന്ന് നമ്മൾ അറിയുന്നത്. ആളുടെ ജീവിതത്തെപ്പറ്റി നമ്മൾ കൂടുതൽ അറിയുന്നത് അങ്ങനെയുള്ള ഇൻസിഡൻസിൽ കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. പക്ഷേ ഇത് നമ്മൾ ഒട്ടും മടുക്കുന്നില്ല. ഇതൊരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണെന്ന് പറയാം. നമുക്ക് ഈ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തോടുള്ള നമ്മളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറും. നമ്മൾ കുറേ കൂടെ ഭംഗിയായി ജീവിക്കാൻ പഠിക്കും. അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. ഹിരായാമ എന്നാണ് ഈ കഥാനായകൻ്റെ പേര്. പുള്ളീനെ കുറിച്ച് നമുക്ക് വലുതായിട്ടൊന്നും അറിയില്ല. തികച്ചും ഒരു 2-3 സീനുകളിൽ നിന്നാണ് ഈ പുള്ളി എന്താണെന്നും ഹിരായാമയുടെ അവസ്ഥകൾ എന്താണെന്നും നമുക്ക് മനസ്സിലാവുന്നത്. ഹിരായാമേനെ അനുസരിച്ച് സിസ്റ്ററുടെ പെങ്ങളുടെ മോള് വരുന്നുണ്ട്.
അപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ ഒരു ക്യാമറ കാണും. അപ്പോൾ ഈ ഹിരായാമക്കും പ്രകൃതിനോട് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് ഒരു കണക്ഷൻ തന്നെ ഉണ്ട്. അപ്പോൾ പെങ്ങളുടെ മോളുടെ കയ്യിലും ഒരു ക്യാമറ കാണുമ്പോൾ ഇത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇതെനിക്ക് പണ്ട് അങ്കിൾ തന്നാണെന്ന് പറയും. അപ്പോൾ ആ കുട്ടിക്ക് അങ്കിളിനോടുള്ള ഒരു ബോണ്ടിങ് നമുക്ക് മനസ്സിലാവും. പണ്ടെങ്ങോ കൊടുത്ത ആ ക്യാമറ ആ കുട്ടി ഇപ്പോഴും സൂക്ഷിച്ച് വെച്ച് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കുട്ടി അമ്മേനായിട്ട് വഴക്കിട്ട് വന്നതാണ്. അപ്പോൾ ഈ കുട്ടീനെ എടുക്കാനായിട്ട് അമ്മ വരുന്ന ഒരു സീനുണ്ട്. അമ്മ വരുമ്പോൾ മോളുമായിട്ട് പോകുന്നതിനിടയ്ക്ക് യാത്ര വയ്ക്കാൻ വേണ്ടി നമ്മളുടെ കഥാനായകൻ്റെ അടുത്ത് വരുന്നുണ്ട്. വരുമ്പോൾ കുറച്ച് നേരം അവർ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഹിരായാമ പോയിട്ട് അവളെ ഹഗ് ചെയ്യുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഭാവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അവർ തമ്മിൽ പരസ്പരം എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്. അവർ പെങ്ങളോടുള്ള അയാളുടെ കരുതലും സ്നേഹമൊക്കെ നമുക്ക് ആ ഒരു സീനിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ പെങ്ങൾ പറയുന്നുണ്ട്, അച്ഛനിപ്പോൾ പഴയ പോലെയൊന്നുമല്ല, അച്ഛനിപ്പോൾ നിന്നോട് ചെയ്തതിനൊക്കെ അച്ഛന് വിഷമിക്കുന്നുണ്ടാവും, ഇനി നീ വന്ന് നോക്ക്, അച്ഛനിപ്പോൾ പഴയ പോലെയൊന്നും നിന്നോട് കാണിക്കില്ല എന്ന് വിചാരിക്കാന്ന് പറയുമ്പോൾ പുള്ളി അത് വില്ലിങ് അല്ല. അത് കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോഴും ഈ ടോയ്ലറ്റ് ക്ലീനിങ് തന്നെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ തല കുലുക്കും. പക്ഷേ അവരൊരിക്കലും അതിനോട് അതാണ് ചെയ്യുന്നതെന്ന് വെച്ച് പുള്ളിനോട് ഒരു സ്നേഹക്കുറവോ ഒന്നും കാണിക്കുന്നില്ല. അതിൽ നിന്ന് പിന്നെ അവരുടെ സ്റ്റാറ്റസും അവരുടെ ഡ്രസ്സിങ്ങും ആ കാറും ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഹിരായാം ഒരു സാമ്പത്തികമായിട്ട് ഭേദപ്പെട്ട ഒരു കുടുംബത്തിൽ അംഗമാണ്. അങ്ങനെ എന്തോ അച്ഛനോടുള്ള എന്തോ ഒരു പ്രശ്നം കൊണ്ടാണ് പുള്ളി ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നത്. അതുപോലെ തന്നെ പുള്ളിക്ക് ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം ഒരു ഹോട്ടലിന് നടത്തുന്ന ഒരു സ്ത്രീയോടാണ്. പക്ഷേ പുള്ളി ഒരിക്കലും അവരോട് പറഞ്ഞിട്ടില്ല. ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു ദിവസം അവരെ കാണാൻ വേണ്ടി പോവാണ്. ആ സ്ത്രീനെ കാണാൻ വേണ്ടി പോകുമ്പോൾ അവർ വേറൊരാളായിട്ട് ഇങ്ങനെ ആലിംഗനം ചെയ്ത് നിൽക്കുന്നതാണ് പുള്ളി കാണുന്നത്. പുള്ളി അപ്പോഴും ഒരു പരിഭവം ഒന്നും കാണിക്കാതെ പുള്ളി അവിടെ നിന്ന് പോയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് വിഷമിച്ചിരിക്കുകയാണ്. പക്ഷേ പുള്ളിക്ക് അതിനുള്ള ഒരു മറുപടി പുള്ളിയുടെ അടുത്തേക്ക് തന്നെ വരണേണ്. അതാണ് പ്രകൃതി നമുക്ക് വേണ്ടി ഒരു കരുതൽ നടത്തും, പ്രകൃതി നമ്മൾക്ക് വേണ്ടി ഒരു ആൻസർ തരും എന്നുള്ള മാതിരിയാണ്. അതിനുള്ള ഒരു ആൻസർ പുള്ളിക്ക് ഇങ്ങോട്ട് വന്ന് കിട്ടണതാണ്. അപ്പോൾ പുള്ളി കൂടുതൽ സന്തോഷവാനാവും. അപ്പോൾ എന്നും രാവിലെ പാട്ടും കേട്ട് അതൊക്കെ ആസ്വദിച്ച് പോയിരുന്ന ആൾ ഇപ്പോൾ കുറേ കൂടെ ചിരിച്ച് നല്ല സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ പുള്ളിയുടെ ജോലിക്ക് വേണ്ടി പോകുന്നത്. പുള്ളി കുറേ കൂടെ ഹാപ്പിയായി. പ്രകൃതിയിൽ നമ്മൾ ലാസ്റ്റ് പുള്ളീനെ കാണുമ്പോൾ പുള്ളി ഉദിച്ചുയർന്ന സൂര്യന് നേരെ പുള്ളിയുടെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. പുള്ളിയുടെ ജീവിതം കുറേ കൂടെ അർത്ഥവത്തായി. പ്രകൃതി പുള്ളിക്ക് വേണ്ടത് കൊടുത്ത് അങ്ങനെ ഒരു നല്ല നമുക്ക് മെസ്സേജ് വരുന്ന നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടാൻ കഴിയുന്ന ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് പെർഫെക്റ്റ് ഡേയ്സ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള റിവ്യൂസിനും സിനിമാ വാർത്തകളുമായിട്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ ബായ്.